പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് നെട്ട എന്ന അതിസുന്ദരമായിട്ടുള്ളൊരു സ്ഥലത്താണ്. ഇതിന് മുന്നേ ഉള്ള വീഡിയോസിലും നമ്മൾ നെട്ട എന്ന സ്ഥലം കവർ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഈ വഴി പാസ് ചെയ്തപ്പോൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയതാണ്. നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് തൃപ്പരപ്പ് വാട്ടർഫാളിലാണ്. ഈ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ട് നമ്മളൊരു ടിക്കറ്റ് എടുക്കേണ്ടി വരും. ആ ടിക്കറ്റൊക്കെ എടുത്ത് കയറിക്കഴിഞ്ഞാൽ കാണാൻ കഴിയുന്ന കാഴ്ച അയ്യ എന്താ ബ്യൂട്ടി അല്ലേ. ഞാൻ വിസിറ്റ് ചെയ്തത് മൺസൂൺ സീസണിലാണ്. അതുകൊണ്ട് തന്നെ വെള്ളച്ചാട്ടത്തിൻ്റെ തീവ്രത കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കാണാൻ ഭംഗി വർദ്ധിച്ചിട്ടേ ഉള്ളൂ. അതേപോലെ നല്ല തിരക്കുമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇത് മാൻമെയ്ഡ് വാട്ടർഫാൾ എന്നാണ് അറിയപ്പെടുന്നത്. നിങ്ങൾക്ക് മുകളിൽ കാണാൻ പറ്റും ചെറിയൊരു ബീം പോലെ കെട്ടിയിരിക്കുന്നത് കണ്ടോ. അത് നാച്ചുറൽ വാട്ടർഫാൾ അല്ല എന്നുള്ളതാണ് ഈ വാട്ടർഫാളിൻ്റെ പ്രത്യേകത. അതായത് ഇതിൻ്റെ മുകളിൽ വെള്ളം കെട്ടി നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അവിടെ നിന്ന് കാണാൻ കഴിയും ഈ വീഡിയോയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ മാൻമെയ്ഡ് വാട്ടർഫാൾ എന്ന് അറിയപ്പെടുന്നത്. ഇവിടെ സ്ഥലപരിധി കുറവാണ്. അപ്പം എല്ലാവരും ഒരുമിച്ചാണ് ഇങ്ങനെ വന്ന് നിൽക്കുന്നത്. അതായത് നമുക്കൊരു കൺജസ്റ്റഡ് ആയിട്ട് തോന്നും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ വെള്ളച്ചാട്ടത്തിൽ കുറച്ച് നേരം ഇങ്ങനെ നമ്മൾ ഒന്ന് ആസ്വദിച്ചിട്ട് നേരെ ഇവിടെ ഒരു സ്വിമ്മിംഗ് പൂൾ ഏരിയ ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് വന്നിട്ട് ഇവിടെയും ടിക്കറ്റ് എടുക്കണം ഈ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട്. പക്ഷേ വന്ന് വെള്ളം കണ്ടപ്പോൾ എനിക്ക് അത്ര ഒരു പന്തിയായിട്ട് തോന്നിയില്ല. ഒട്ടും ഹൈജീൻ അല്ലാത്ത രീതിയിലാണ് ആ വെള്ളം കിടക്കുന്നത്. നിങ്ങൾക്ക് തന്നെ ഈ വീഡിയോയിൽ കാണാമല്ലോ. അപ്പോൾ ഒന്ന് പ്യൂരിഫൈ ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല. എല്ലാവരും വന്ന് ഈ വെള്ളത്തിൽ ഇറങ്ങുന്നു, അടുത്ത ദിവസം ഇതേപോലെ പോകുന്നു. ഇതിന് പ്യൂരിഫിക്കേഷനോ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. വെള്ളത്തിൻ്റെ കളർ കണ്ടു തന്നെ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ നല്ലൊരു പ്യൂരിഫൈ ആയിട്ടുള്ളൊരു വെള്ളമൊക്കെ ആണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങി ആ വെള്ളച്ചാട്ടവും കണ്ട് അങ്ങനെ കുളിച്ച് അങ്ങ് കിടക്കായിരുന്നു. പക്ഷേ അത് പറ്റിയില്ല. വെള്ളത്തിൻ്റെ ഹൈജീൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയില്ല. പിന്നെ ഈ പാറയ്ക്കിടയിൽ ഇതിൻ്റെ അകത്തൂടെ ഒരു ഗുഹയുണ്ട്. അതിൻ്റെ അകത്തൂടെ കയറി കഴിഞ്ഞാൽ ഒരു ക്ഷേത്രത്തിലോട്ട് എത്താം എന്നുള്ള രീതിയിലുള്ളൊരു ന്യൂസ് കേട്ടായിരുന്നു. അപ്പോൾ എത്രത്തോളം സത്യമാണെന്ന് അറിയത്തില്ല. പക്ഷേ ഞാനിത് മുന്നേയും കേട്ടിട്ടുണ്ട്. ഇത് കണ്ടോ, പാറയുടെ മണ്ടയിൽ ഒരു പുലിയാണോ സിംഹമാണോ സ്കൾപ്ചർ കാണാൻ സാധിക്കും. അതായത് ഈ പുഴയിലോട്ടൊന്നും ഇറക്കില്ല കേട്ടോ. അത് അവിടെ കയറൊക്കെ ഇട്ട് കെട്ടിയിരിക്കുകയാണ്. അവിടെ ഒരു ഗൈഡും ഉണ്ട്. പിന്നെ ഇവിടെ പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് ഹാൻഡ് റെയിലൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല, നല്ല വെള്ളം ആണ് വരുന്നത്. പിന്നെ ഈ ഓവർഫ്ലോ ആയിട്ട് പോകുന്ന വെള്ളം, അതായത് ഇപ്പം നല്ല മഴ സീസൺ ആണല്ലോ, അതുകൊണ്ട് തന്നെ വെള്ളമൊക്കെ ഈ പടിയിലൂടെ ഇറങ്ങി പോകുന്നത് കാണാനും നല്ല രസമുണ്ട്. ഇവിടെ ചെറിയൊരു പാർക്കുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് കുട്ടികൾക്കും കുറച്ച് നേരം അതേപോലെ തന്നെ മുതിർന്നവർക്കും അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ആയിട്ടാണ് ഇവിടെ ഇത് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറച്ച് ഊഞ്ഞാലും സെറ്റപ്പൊക്കെ ഉണ്ട്. പിന്നെ സ്ലൈഡിങ് ഒക്കെ കാണാൻ സാധിച്ചു. അത്യാവശ്യം നല്ലൊരു ഹൈജീൻ ആയിട്ടുള്ളൊരു പാർക്കാണ്. പിന്നെ നല്ല കുറച്ച് ആൾക്കാർക്കൊന്ന് മാറി നിൽക്കാനും ആ വെള്ളച്ചാട്ടം കാണാനും പറ്റുന്നൊരു സ്പോട്ടാണ്. പിന്നെ ഇവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വെള്ളച്ചാട്ടം നല്ല രീതിയിൽ കണ്ട് ആസ്വദിക്കാൻ പറ്റും. ആ ഒരു ചെറിയൊരു സ്പോട്ടുണ്ട്, അത് ഞാൻ ഇപ്പം കാണിച്ചു തരാം, നോക്കിക്കോ. ഇതിൻ്റെ പുറകുവശത്തായിട്ട് നമുക്കൊരു ബോട്ടിംഗ് ഫെസിലിറ്റി ഉണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ നമ്മുടെ ബോട്ടിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുന്ന വഴിയിൽ നമുക്കിങ്ങനെ ആനകൾ കുളിക്കുന്നതൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഒരു കനാലുണ്ട്. ഈ കനാലിൽ ഇറക്കിയാണ് ഈ ആനകളെ കുളിപ്പിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആനയെ കുളിപ്പിക്കുന്ന കാഴ്ചയും കൂടെ കാണാൻ സാധിക്കും. അത് ഇവിടുത്തെ ക്ഷേത്രത്തിലേക്കുള്ള ആനകളാണെന്നാണ് തോന്നുന്നത്. നല്ല രസമുണ്ട് ഇത് കാണാൻ. അതിലൊരു ആന പറഞ്ഞാൽ കേൾക്കുന്നില്ല കേട്ടോ. ഈ പാലത്തിൽ കൂടെ കയറി നമുക്ക് അപ്പുറത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോട്ടിങ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഈ പാലത്തിലൂടെ നടക്കുമ്പോൾ നല്ലൊരു രസമാണ് കേട്ടോ ഈ ഒരു വ്യൂ കാണാൻ. അതേപോലെ തന്നെ നമുക്കിവിടെ ഒരു ചെക്ക് ഡാം കാണാൻ പറ്റും. ഇവിടെയും കുറേ പേര് വന്ന് കുളിക്കുന്നുണ്ട്. അതായത് ഇവിടെ കുളിക്കാൻ നല്ല രസമായിരിക്കും കേട്ടോ. ഇവിടെ നമ്മൾ മിസ് ചെയ്തു. പക്ഷേ ഈ ചെക്ക് ഡാമിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് താഴെ കൂടെയും വന്ന് ഇറങ്ങാൻ പറ്റും. നല്ലൊരു വ്യൂ ആണ് കേട്ടോ ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. നല്ല രസമുണ്ട് ആ വെള്ളം വന്ന് വീണ് കാണാൻ തന്നെ. ആ കാണുന്ന സ്ഥലത്താണ് നമുക്ക് ചെല്ലേണ്ടത്. അവിടെയാണ് ഈ ബോട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം നമുക്ക് പെഡൽ ബോട്ടിങ് എടുക്കാം. ഇത് ചെക്ക് ഡാമിൻ്റെ ഷട്ടറാണ് കേട്ടോ. അതിപ്പം തുറന്നു വെച്ചേക്കാണ്. അപ്പുറത്തെ സൈഡിലും ഇപ്പുറത്തെ സൈഡിലുണ്ട്. സോ രണ്ടും തുറന്നു വെച്ചേക്കുവാണ്. അതായത് വെള്ളം കൂടുതലുണ്ടായതുകൊണ്ടാണ്. ഇവിടെ നിന്നാണ് നമുക്ക് ബോട്ടിൻ്റെ ടിക്കറ്റ് എടുക്കേണ്ടത്.
നല്ല ചവിട്ടുന്നത് നല്ല രീതിയിൽ എന്താണ് സൈക്കിൾ വിട്ടുற പോലെ ഇങ്ങനെ ചവിട്ടിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. പിന്നെ ഓർക്കാനുള്ളത് ഒരു വെയിലത്തൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉപ്പാട് ഇളവും. അതുകൊണ്ട് ഒരു 4 മണി കഴിഞ്ഞിട്ടൊക്കെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് ആസ്വദിച്ച് പെഡൽ ബോട്ടിംഗ് ഒക്കെ ചെയ്യാം. പിന്നെ ഒരാളെ പരിചയപ്പെടുത്താൻ മറന്നുപോയി, ഇതെൻ്റെ വൈഫാണ്. സോ ഇനിയുള്ള വീഡിയോസിലൊക്കെ ഞങ്ങൾ ഒന്നിച്ചായിരിക്കും വീഡിയോസൊക്കെ ചെയ്യുന്നത്. ബോട്ടിങ്ങിൽ നമുക്ക് വിവിധ തരം ബോട്ടിങ് നമുക്ക് ചൂസ് ചെയ്യാം. ഒന്ന് ഗ്രൂപ്പായിട്ട് ഒരു ബോട്ടിങ്ങിൽ കൊണ്ടുപോകുന്നുണ്ട്. അതായത് വള്ളത്തിൻ്റെ അകത്ത് ഒരു 20 പേര് വരുന്ന ഒരു ഗ്രൂപ്പിനെ കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവരും. അത് അവർ തന്നെ ആയിരിക്കും കൊണ്ടുപോകുന്നത്. അപ്പം അത് വലിയ ദൂരമൊന്നുമില്ല കേട്ടോ. അത് അറ്റം വരെ ഒരു കയർ ഇട്ടിട്ടുണ്ട്. അതായത് ഒരു 500 മീറ്റർ 600 മീറ്റർ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം അതുവരെ പോയിട്ട് വരാൻ പറ്റത്തുള്ളൂ. സോ പെഡൽ ബോട്ടിങ് കുറച്ചും കൂടെ ഒരു എക്സ്പീരിയൻസ് ആണ്. നല്ലൊരു നിങ്ങൾക്ക് ടൈം കുറച്ചും കൂടെ സ്പെൻഡ് ചെയ്യാം. തമ്പാനൂരിൽ നിന്നും 52 കിലോമീറ്ററാണ് തൃപ്പരപ്പ് വാട്ടർഫാളിലേക്ക് വരാനുള്ള ദൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങൾക്ക് ബസ് മാർഗവും അതോടൊപ്പം തന്നെ ബൈക്കിലോ കാറിലോ എത്തിച്ചേരാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ലൈക്കും ചെയ്യുക. നിങ്ങളുടെ ഓരോ നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ്. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ടിൽ ദെൻ ടാറ്റ, ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ. Mr. Frozen to the sky.